ഭീതകാലം ഉലകിൽ പടരുന്ന ഭീതകാലം വാക്കുകൾ സംഗീതമാക്കണം നമ്മുടെ നോക്കിലോ പൂക്കണം പൊൻവസന്തം ഒന്നാണ് നാനിന്ന നന്മയെന്നും തോന്നണം നാനിന്നും ഒന്നാവണം പേരെന്തുമാവാം ഉലകിലെങ്ങും ആരാകിലിന്ത് മനുഷ്യർ നമ്മൾ അവിടമാണറിവിൻ്റെ ആദ്യ പാഠം അതു തന്നെ എന്നാത്മവിദ്യാലയം നേരുന്നു നന്മകൻ സുപ്രഭാതം നിറവുള്ള സൗഗന്ധധന്യവാദം നിറവുള്ള KKVയിലെ മമത എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ ഒരു A+ കിട്ടിയ വിദ്യാർത്ഥികളുടെ അനുമോദനവും ക്യാഷ് അവാർഡ് വിതരണമാണ് നടക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞു. നമ്മുടെ ആ ബാച്ചിൽ നമ്മളെ ഇടുന്ന് ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു പോയ കുറച്ച് കൂട്ടുകാരുണ്ട്. അതുപോലെ തന്നെ നമ്മളെയൊക്കെ പഠിപ്പിച്ച പിന്നീട് ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞ കുറച്ച് അധ്യാപകരുണ്ട്. അവരോടുള്ള ആദരസൂചകമായി 1 മിനിറ്റ് നേരം ഒരു മൗനം ആചരിക്കണം. നമ്മുടെ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഇവിടെ നടക്കുന്ന പരിപാടി 1992 KKVMHS 10th ഗ്രൂപ്പ് കൂട്ടായ്മ ഒരുക്കുന്ന മുഴുവൻ A+ കിട്ടിയ കുട്ടികൾക്കുള്ള ആദരിക്കൽ ചടങ്ങും അതേപോലെ തന്നെ ക്യാഷ് അവാർഡ് വിതരണമാണ്. PRMHSനെ പറ്റി പറയുകയാണെങ്കിൽ ഒട്ടനവധി മഹാപ്രതിഭകൾക്ക് ജന്മം നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട PRMHS, അതേപോലെ KKVMHS ഈ കഴിഞ്ഞ SLC പരീക്ഷയിൽ മുഴുവൻ കുട്ടികളെയും വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഈ സ്കൂളിലെ അധ്യാപകരുടെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ മാനേജ്മെൻറ്റ് പൂർണ്ണ സഹകരണം കൂടിയായപ്പോൾ നമ്മുടെ ഈ സ്കൂളിലെ പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളെയും വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ ഇക്കഴിഞ്ഞ SLC പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ 71 കുട്ടികൾ പാനൂർ ഹൈസ്കൂളിലും KKVMHSൽ 5 കുട്ടികളുണ്ട്. അതും നമ്മുടെ അധ്യാപകരുടെ കൂട്ടായ്മയുടെ ഒരു പ്രവർത്തനം മാത്രമായതുകൊണ്ടാണ്. 1991 നമ്മുടെ പ്രിയപ്പെട്ട പാനൂർ HS 2ആയി വിഭജിക്കുമ്പോൾ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനു വേണ്ടിയും മറ്റ് അനുബന്ധ കാര്യങ്ങൾക്കുമായി 2ആയി വിഭജിക്കുകയും അന്നത്തെ മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്ത നമ്മളെയൊക്കെ ഏറെ ഉത്കണ്ഠയോടുകൂടിയാണ് ആ വാർത്ത കണ്ടത്. മണിയടിച്ചാൽ മലവെള്ളം പോലെ എന്നായിരുന്നു അന്നത്തെ വാർത്ത. അത് ആദ്യമൊക്കെ നമുക്ക് എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെയാണെന്ന് മനസ്സിലായത് അത് സ്കൂൾ 1 മണിക്ക് വിട്ടുകഴിഞ്ഞാൽ അന്ന് ഏകദേശം 20ഓളം ഹോട്ടലുകൾ മാത്രം ഉണ്ടായിരുന്ന പാനൂരിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മുടെ ഊഴം എത്രയും വേഗം കയറി പറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളന്ന് ഓടിപ്പാഞ്ഞുകൊണ്ട് ഹോട്ടലിൽ നമ്മുടെ ഒരു സീറ്റ് ഒപ്പിച്ചെടുക്കുന്നത് അശ്രാന്ത ഒരു പരിശ്രമമായിരുന്നു. അതേപോലെ തന്നെ 4 മണിക്ക് സ്കൂൾ വിട്ടുകഴിഞ്ഞാലും നമുക്ക് ഒരു ബസ്സിൽ കയറി പറ്റുക എന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സ്കൂളിലെ മാനേജ്മെൻറ്റ് മുഴുവൻ ഭാഗങ്ങളിലേക്കും വാഹനങ്ങൾ ഏർപ്പാടാക്കിയതോടുകൂടി വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശം പരിപൂർണമായി മാറ്റാൻ കഴിഞ്ഞു. അതിന് ഈ സ്കൂളിലെ മാനേജ്മെൻറ്റിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ നമ്മളേറെ ഏർക്കേണ്ട വ്യക്തി നമ്മുടെ പ്രിയങ്കരനായ മുൻ മാനേജർ ഐശ്വര്യനായ ദിവാകരേട്ടൻ്റെ പേരാണ്. അദ്ദേഹത്തിൻ്റെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായാണ് ഇന്ന് കാണുന്ന ഈ ബിൽഡിങ്ങുകളും +2 കോഴ്സുകളൊക്കെ ഉണ്ടായത്. ദിവാകരേട്ടന് 1000 ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട്
ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട 1-ാം വാർഡ് കൗൺസിലർ പി കെ പ്രബിയേട്ടനാണ്. പ്രബിയേട്ടനെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. ഈ പരിപാടിക്ക് നമ്മുടെയൊക്കെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരായ ധന്യ എസ് രാജേഷാണ്. ധന്യ എസ് രാജേഷിനെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു. ഈ പരിപാടി പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ആപ്പിക്ക എന്ന് വിളിക്കുന്ന തലശ്ശേരി കണ്ടം ക്രിയേഷൻസിൻ്റെ എല്ലാമായ ആപ്പിക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. ഈ പരിപാടി ആശംസ അർപ്പിക്കാൻ ഇവിടെ എത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ യൂസഫ് കെ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു. ഈ പരിപാടിക്ക് വരാമെന്നേറ്റ കെ സുധിയേട്ടൻ ഏതാനും നിമിഷങ്ങൾക്കും ഇവിടെ എത്തും. ഇതുവരെ എത്തിയില്ല. അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്തിൽ ഇവിടെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ആശംസ അർപ്പിക്കാൻ എത്തിയ നമ്മുടെ പ്രിയങ്കരനായ പി കെ ഷാഹുൽ ഹമീദ് കയെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു. ഈ പരിപാടി ആശംസ അർപ്പിക്കാൻ ഇവിടെ എത്തിയ നമ്മുടെ പ്രിയങ്കരനായ രമേശൻ മാസ്റ്ററെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു. ഈ പരിപാടിയിലേക്ക് ആശംസ അർപ്പിക്കാനെത്തിയ നമ്മുടെ പ്രിയങ്കരനായ ധനഞ്ജയേട്ടനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. ഈ പരിപാടിക്ക് ആശംസ അർപ്പിക്കാനെത്തിയ നമ്മുടെ ഗ്രൂപ്പിൻ്റെ കരുത്തനും നമ്മുടെയൊക്കെ എല്ലാമായ റയീസ് അഹമ്മദിനെ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും. ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ പി കെ സലീം ചമ്പാടാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം. ഈ പരിപാടി നന്ദി പറയാൻ ഇവിടെ എത്തിയ നമ്മുടെ പ്രിയങ്കരനായ കരുത്തനായ പി കെ ഫിറോസ് ആണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. ഈ പരിപാടിയിലേക്ക് മുഴുവൻ രക്ഷിതാക്കളെയും മുഴുവൻ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അധ്യക്ഷനെ ഞാൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു 92 ബാച്ച് അതിൻ്റെ ഫുൾ A+, 92 ബാച്ച് മമത ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ A+, SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾ A+ കിട്ടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകനായിട്ടുള്ള ശ്രീ പ്രബിയേട്ടൻ, അതുപോലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ രമേശൻ മാസ്റ്റർ, ഷാഹുൽ ഹമീദ് ക, യൂസഫ് ക, ധനഞ്ജയേട്ടൻ, അതുപോലെ നമ്മുടെ സെലിബ്രിറ്റി ആയിട്ടുള്ള ധന്യ എസ് രാജേഷ്, പിന്നെ ആപ്പി, സലീം, ഫിറോസ്, റയീസ്, നമ്മുടെ കൺവീനർ ജിതേഷ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം ഇപ്പോൾ ഈ എല്ലാ സ്കൂളുകളിലും ഒരുപാട് ഈ കൂട്ടായ്മകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞ ഒരു സിനിമ വന്നതിന് ശേഷമാണ് കുട്ടികൾക്കൊക്കെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം, പഴയ സഹപാഠികളൊക്കെ ഒന്നിച്ച് ചേരണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ 92 ബാച്ച് നമ്മളൊരു 10ാം ക്ലാസ്സിലൊരു ക്ലാസ് മാത്രം തുടങ്ങിയ പരിപാടിയിൽ അതിനുശേഷം ഒരുപാട് പരിപാടികൾ നമ്മൾ ഈ സ്കൂളിൽ നടന്നു. മുന്നേ ഒരു പരിപാടിയിൽ നമ്മൾ ഉദ്ഘാടകൻ പ്രവീണൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ ഈ കൂട്ടായ്മ നടക്കുന്ന ഒരു സ്കൂളാണ് പാനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ളത്. നമ്മൾ പഠിക്കുന്ന ഞാനിവിടെ 5ാം ക്ലാസ് മുതൽ +2 വരെ പഠിച്ച ആദ്യത്തെ ഒരു വിദ്യാർത്ഥി ഒരാളാണ്. 5th മുതൽ +2 വരെ ഇവിടെ തന്നെയാണ് പഠിച്ചത്. ഞാൻ 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഇത് ബൈഫർക്കേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ 9ാം ക്ലാസ്സിലെത്തിയ സമയത്താണ് 10ാം ക്ലാസ് നമ്മളെ സ്കൂള്. ആ സമയത്ത് ABCD അങ്ങനെ സെറ്റ് കഴിഞ്ഞിട്ട് A1 B1 C1 D1 അങ്ങനെയൊക്കെ ഡിവിഷനായിരുന്നു. 130ഓളം അധ്യാപകരുണ്ടായിരുന്ന വളരെ വലിയ ഒരുപാട് വിദ്യാർത്ഥികൾ. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ നമ്മൾ ജിതേഷ് പറഞ്ഞ പോലെ ഒരു തവണ മലയാള മനോരമയുടെ സൺഡേ സപ്ലിമെൻറ്റിൽ ഉണ്ടായിരുന്നു. അന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നത് കോട്ടൺ ഹിൽസ് തിരുവനന്തപുരമായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാണ്ടൂർ ഹൈസ്കൂളാണ്. സ്കൂളന്ന് വിട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ അത്രയൊന്നും അങ്ങനെ വാഹനങ്ങളൊന്നുമില്ല. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റിനടുത്തേക്ക് ഒരു തല മാത്രമേ കാണുള്ളൂ 4 വശത്തേക്ക്. ഇന്നത്തെ പോലെ സ്കൂൾ ബസ് സൗകര്യമൊന്നുമില്ല. പൂക്കൊത്തുന്നായാലും കൈവേലിക്കുന്ന എല്ലാം കുട്ടികൾ നടന്ന് വന്നിട്ടാണ് ഇവിടെ പഠിച്ചിരുന്നത്. ഇന്നത്തെ കുട്ടികളെല്ലാം ബസ്സിലാണ്. സ്കൂൾ ബസ്സിൽ തൊട്ടടുത്തായാലും ഇതിൻ്റെ ഒരു സ്റ്റോപ്പ് അപ്പുറത്ത് വെസ്റ്റ് യൂപ്പിൻ്റെ അടുത്തായാലും കുട്ടികൾ ബസ് കയറിയിട്ടാണ് ഇവിടെ വരുന്നത്. അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നില്ല. ആ ഒരു സ്കൂളിൽ നമ്മൾ 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് 2 സ്കൂളായിട്ട് മാറുന്നത്. നമ്മൾ 9ാം ക്ലാസ് പകുതി എത്തിയപ്പോഴാണ് KKV എന്നും PHS എന്നും. അപ്പം 10ാം ക്ലാസ്സിലെ കുറേ കുട്ടികൾ 8 മുതൽ 10 വരെയുള്ള കുറച്ച് കുട്ടികളെ KKVയിലേക്ക് മാറ്റി. അങ്ങനെ നമ്മളൊക്കെ ആ ഒരു 9.5 അതായത് 9ാം ക്ലാസ് പകുതി എത്തിയപ്പോൾ KKVയിലേക്ക് വന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ.
സത്യം പറഞ്ഞാൽ KKV ആദ്യത്തെ സമ്പൂർണ്ണ ശരിക്കും 10ാം ക്ലാസ് ഫുള്ള് പഠിച്ചിട്ട് ഇറങ്ങിയ ആദ്യത്തെ ബാച്ചായിരുന്നു നമ്മൾ 1992 ബാച്ച് KKV. അപ്പോൾ നമ്മൾ അറിയാം ഇപ്പം 33 വർഷം കഴിഞ്ഞിരിക്കുന്നു. 92 കഴിഞ്ഞപ്പോൾ 2025 ഈ നീണ്ട 33 വർഷ കാലയളവിൽ നമ്മളൊക്കെ ഒരുപാട് മാറി. നമ്മളെ കുട്ടികളൊക്കെ വലുതായി. നമ്മളെ കൂടെ പഠിച്ച ചില ആളുകളൊക്കെ അമ്മമ്മമാരും അതുപോലെ തന്നെ അച്ചാച്ചന്മാരൊക്കെ ആയി. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. അപ്പം പിന്നെ വളരെയേറെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഫോട്ടോയിലൊക്കെയുള്ള അധ്യാപകരൊക്കെ നമ്മളെ പഠിപ്പിച്ച ആളുകളാണ്. ഇപ്പോഴുള്ള HM നമുക്കറിയില്ല, 2015 ചേർന്നതാണ്. നല്ല ടീച്ചർ. അതിന് മുന്നേ വരെയുള്ളൊക്കെ ആളുകൾ നമുക്കറിയുന്ന ആളുകളായിരുന്നു. അപ്പം മൊത്തം മാറി, തലമുറ മാറി, ഒരുപാട് ടെക്നോളജി കാര്യങ്ങളൊക്കെ മാറി. അപ്പം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇതുപോലെ A+ ഒന്നുമല്ല. അന്നൊക്കെ SLCക്ക് ഡിസ്റ്റിങ്ഷൻ, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, പാസ്സാണ്ടെങ്കിൽ 600-ൽ 210 മാർക്ക് വേണം. അതായിരുന്നു സിസ്റ്റം. അതൊക്കെ മാറി ഇപ്പോൾ ഫുൾ A+ ആയി. A+ കിട്ടുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ കുട്ടികളെ ലക്ഷ്യമായിട്ട് മാറിയിട്ടുള്ളത്. 1-2 കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്. A+ കിട്ടുന്നത് വളരെ വളരെ നല്ല കാര്യമാണ്, ഉന്നത വിജയം നേടുന്നത്. പക്ഷേ A+ കിട്ടൽ മാത്രമല്ല ജീവിത വിജയത്തിന് പ്രധാനമായിട്ടുള്ളത്. 10ാം ക്ലാസ്സിൽ A+ കിട്ടിയതുകൊണ്ട് നിങ്ങൾ ആരും എന്താ പറയുക, എനിക്ക് 10ാം ക്ലാസ്സിൽ എനിക്ക് ഫുൾ വിഷയങ്ങൾക്ക് A+ കിട്ടിയല്ലോ, ഇനി പ്രശ്നമില്ല എന്ന് വിചാരിക്കരുത്. തുടർന്നും +2 കഴിഞ്ഞാലും ഇനി നിങ്ങൾ പോകേണ്ട മേഖലകൾ പലതായിരിക്കും. പിന്നെ ഇപ്പം മെഡിസിന് പോകാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്, എഞ്ചിനീയറിങ്ങിന് പോകേണ്ട ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്, ബാങ്കിങ് മേഖലയ്ക്ക് ഉള്ളതുണ്ട്, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് ആണ്. ഏത് മേഖലയ്ക്ക് പോകണമെന്നുണ്ടെങ്കിലും 10ാം ക്ലാസ്സിലെ മാർക്ക് മാത്രമല്ല മാനദണ്ഡം, +2 ആണ്. അപ്പം നിങ്ങളെ പഠിപ്പും നിങ്ങളെ കോൺസെൻട്രേഷനൊന്നും ഈ ഒരു ഫുൾ വിഷയങ്ങൾ A+ കിട്ടിയത് കൊണ്ട് നമ്മൾ എന്താ പറയുക, അതിൽ ഓക്കെ കിട്ടില്ല, എനിക്ക് കിട്ടിപ്പോ എന്ന് വിചാരിക്കരുത്. കൂടുതൽ നിങ്ങളുടെ ഈ ഒരു മികവ് തുടർന്നു പോകണം. ഇതിൽ നിർഭാഗ്യവശാൽ 2 മാർക്കിനും 3 മാർക്കിനൊക്കെ A+ നഷ്ടപ്പെട്ടു പോയ ചില കുട്ടികളൊക്കെ ഉണ്ടാവാം. ഒരു പക്ഷേ അവർക്ക് നിങ്ങളെക്കാട്ടും മാർക്കും ഉണ്ടാവാം. അവരെയും കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ അനുമോദിക്കുന്നു, ഉന്നത വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും. പക്ഷെ നമ്മളിവിടെ ആദരിക്കുന്നത് A+ കിട്ടിയ മുഴുവൻ വിദ്യാർത്ഥികളാണ്. നമ്മളിവിടെ KKV മാത്രമല്ല, PHSലെയും പിന്നെ KKV 2 സ്കൂളിലെയും കുട്ടികളെ നമ്മൾ ആദരിക്കുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ നമ്മുടെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ 100% വിജയമാണ് PHSനായാലും KKVക്കായാലും. ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ വളരെയേറെ നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ്. നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ ഓരോ കാര്യങ്ങളും, പിന്നെ ഓരോ വിജയങ്ങളും, ഓരോ നേട്ടങ്ങളും നമുക്കും കൂടി അഭിമാനാർഹമായതാണ്. അതുപോലെ തന്നെ ഈ വേളയിൽ നമുക്ക് ഏറ്റവും വലിയ നഷ്ടം നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന മാനേജർ ദിവാകരേട്ടൻ്റെ ഒരു അസാന്നിധ്യം. 5 വർഷം മുമ്പായിരുന്നു ദിവാകരേട്ടൻ നമ്മളോട് വിട പറഞ്ഞത്. അപ്പം ദിവാകരേട്ടൻ്റെ ഓർമ്മകൾക്കും ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. പക്ഷേ ദിവാകരേട്ടനെ ഓർമ്മിക്കാതെ പാനൂർ ഹൈസ്കൂളിനെ പറ്റി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ അധ്യക്ഷ ഭാഷണം കൂടുതൽ നീട്ടുന്നില്ല. എല്ലാ വിദ്യാർത്ഥികൾക്കും ഞാൻ എൻ്റെ പിന്നെ വിജയാശംസകൾ നേരുന്നു. ഈ ഔദ്യോഗികമായിട്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയങ്കരനായ മുനിസിപ്പൽ കൗൺസിലർ ശ്രീ PK പ്രവീൺ അവർകളെ ആദരപൂർവ്വം നമ്മുടെ ഈ 92 ബാച്ച് മമത എന്ന ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഞാൻ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
1992 ബാച്ചിൻ്റെ കൂട്ടായ്മയുടെ സംഘാടകനുമായ ശ്രീ സൂരജ് ധർമാലയം, വേദിയിലിരിക്കുന്ന മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന ധന്യ എസ് രാജേഷ് ആപി, ഇവിടെ എത്തിച്ചേരേണ്ട പാനൂർ നഗരസഭാ കൗൺസിലർ കെ സുധീർ കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KP യൂസുഫ, PK ഷാഹുൽ അമീദ്, ധനഞ്ജൻ, റയീസ് അഹമ്മദ്, രമേശൻ മാസ്റ്റർ, ഫിറോസ്, സ്വാഗത പ്രസംഗം നടത്തിയ ഇതിൻ്റെ കൺവീനറും സംഘാടകയിൽപ്പെട്ട ജിതേഷ് പാനൂർ, ബഹുമാനം നിറഞ്ഞ 1992 കൂട്ടായ്മയിലെ അംഗങ്ങൾ, അതേപോലെ ഇവിടെ എത്തിച്ചേർന്ന ഇന്ന് ആദരിക്കപ്പെടുന്ന SSLC മുഴുവൻ A+ കിട്ടിയ വിദ്യാർത്ഥിനികൾ, അവരോടൊപ്പം എത്തിച്ചേർന്ന രക്ഷിതാക്കളെ, നേരത്തെ സ്വാഗത പ്രസംഗനും അധ്യക്ഷനും സൂചിപ്പിച്ച പോലെ എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മക്ക് തുടക്കം കുറിച്ചത് 1992 കൂട്ടായ്മയാണ്. ഈ പാനൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ മുമ്പോട്ട് വന്നത്. പിന്നീട് അവർ തന്നെ പാനൂർ ഹയർ സെക്കൻഡറിയുടെയും KKVയുടെയും ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയും സംഘടിപ്പിച്ചു. ഇത് മൂന്നാമത്തെ KKVMന്റെ സ്കൂളിൻ്റെ മാത്രമായ ഒരു കൂട്ടായ്മയാണ് അവർ സംഘടിപ്പിക്കുന്നത്. ഇതൊരു സൗഹൃദ കൂട്ടായ്മയായി കൊണ്ടുവരാൻ മുമ്പോട്ട് വരികയും അതിനുശേഷം കേരള സംസ്ഥാനത്തിൽ ഏറ്റവും അധികം കൂട്ടായ്മ സംഘടിപ്പിച്ച ഒരു വിദ്യാലയം എന്ന നിലയിലാണ് ഈ വിദ്യാലയം അറിയപ്പെട്ടത്. ഈ കൂട്ടായ്മ ഏറ്റവും അത്യാവശ്യമാണ്, സൗഹൃദ കൂട്ടായ്മ. കാരണം ചിലപ്പോൾ നമ്മൾക്ക് കുടുംബങ്ങൾ പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, കുടുംബങ്ങളിൽ പറഞ്ഞ് നമ്മൾക്ക് ലഭിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ, ഒരുമിച്ച് പഠിച്ചവർ നമ്മുടെ വിഷമതകളോ സങ്കടങ്ങളോ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്കൊരു കൈത്താങ്ങായി തരുന്നത് ഇതേപോലത്തെ കൂട്ടായ്മയാണ്. അതിൻ്റെ ഭാഗമായി പല ഇതേപോലത്തെ സംഘടനകൾ, കൂട്ടായ്മകളും വിഷമിക്കുന്നവർക്ക് വീടുകൾ എടുത്തുവന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ രോഗികളായ സഹപാഠികളുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി നടക്കുന്ന ഒരു കൂട്ടായ്മയായി ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് സൗഹൃദ കൂട്ടായ്മയുടെ ലക്ഷ്യം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമാണത്. നമ്മുടെ മതേതരത്വത്തിനും സുഹൃദ ബന്ധത്തിനും സൗഹൃദ ബന്ധത്തിൽ പോലും കളങ്കമേൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതെല്ലാം മറന്നുകൊണ്ട് ജാതിയെന്നോ മതമെന്നോ നോക്കാതെ എല്ലാവരും ഒരുമിച്ച് ചിരിച്ചുകൊണ്ട് നമ്മൾ പഠിച്ച വിദ്യാലയത്തിൽ എത്തിച്ചേരുകയും അവർ പഠിച്ച വിദ്യാലയത്തിലെ ക്ലാസ് റൂമിൽ എത്തിച്ചേർന്നുകൊണ്ട് പലതും അയവിറക്കുവാൻ അവർക്കുണ്ടാവും. ആ കാലഘട്ടത്തിലെ കുസൃതികളെക്കുറിച്ചും പല ആത്മാർത്ഥമായ മനസ്സിലലിയിക്കുന്ന ബന്ധങ്ങളെക്കുറിച്ച് പോലും അവർക്കത് മനസ്സിലാക്കാനുണ്ടാവും. അതെല്ലാം അയവിറക്കാൻ ഇത് സാധിക്കുന്നു. പക്ഷെ ഇപ്പോഴത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് ഇതിനൊന്നും സമയമില്ലാത്ത അവസ്ഥയിൽ അവരവരുടേതായ ലോകത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹം മാറിയിരിക്കുകയാണ്. സമൂഹത്തിനനുസരിച്ച് മാറ്റങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് യുവതലമുറകളും വിദ്യാർത്ഥികളും നമ്മളൊന്നും കേൾക്കാത്ത പല വാർത്തകൾ ഇന്ന് സമൂഹത്തിൻ്റെ പല വാക്കുകളിൽ നിന്നാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മയക്കുമരുന്നിലേക്ക് നമ്മുടെ യുവതലമുറകൾ കടന്നു പോകുന്ന അവസ്ഥയുണ്ട്. ഇതിനെതിരെ പോലും ഈ കൂട്ടായ്മയിൽ രംഗത്ത് വന്നുകൊണ്ട് പഴയ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ പഠിക്കുമ്പോഴെല്ലാം അധ്യാപകർക്ക് ശിക്ഷിക്കാനുള്ള അവകാശമുണ്ടായിരുന്നു. അധ്യാപകർ ശിക്ഷിക്കുന്നത് വിദ്യാർത്ഥികൾ തെറ്റ് ചെയ്യുമ്പോഴാണ്. തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷ കൊടുക്കുന്നത് വിദ്യാർത്ഥികളെ അടിച്ചേൽപ്പിക്കാനല്ല, നല്ല നിലയിലേക്ക് അറിവ് പകർന്നുകൊണ്ട് സമൂഹത്തിൻ്റെ നല്ലയിലേക്ക്, കുടുംബത്തിൻ്റെ നല്ല നിലയിലേക്ക് വിദ്യാർത്ഥികൾ വരണം എന്ന അടിസ്ഥാനത്തിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ ശിക്ഷിക്കപ്പെടുന്നത്. പക്ഷെ ഇന്ന് വിദ്യാർത്ഥികളെ ശിക്ഷിക്കുമ്പോൾ അത് പാടില്ല എന്ന രീതിയിലേക്ക് മുമ്പോട്ട് വരുമ്പോൾ വിദ്യാർത്ഥികൾ ആ ചട്ടക്കൂടിൽ നിന്ന് മാറിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥയുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് രക്ഷിതാക്കൾ ഒരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു നേരമെങ്കിലും ഒരു അരമണിക്കൂർ തൻ്റെ മക്കളെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് അച്ഛനും അമ്മയായാലും ഉമ്മയും ഉപ്പിയായാലും ഒരുമിച്ചിരുന്ന് ഒരു അരനേരം ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് കണ്ട് സംസാരിച്ച് ഭക്ഷണം കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സുഖദുഃഖങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ഉമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുക. തൻ്റെ മക്കളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കണ്ണുകളിൽ ഉണ്ടാകുന്ന മാറ്റം,
മക്കൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കും. അത് മനസ്സിലാക്കാൻ വേണ്ടി തങ്ങളുടെ കുടുംബത്തിൽ അവരെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി രക്ഷിതാക്കൾ ആ കടമ ഏറ്റെടുക്കേണ്ട സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ഇന്ന് ഒരുമിച്ചുണ്ടാകണം, അവരെ സഹായിക്കാനും സൗഹൃദം പങ്കാടാനും അവരെ വിഷമതകൾ മനസ്സിലാക്കാനും ഉണ്ടാകണം, ചേർത്ത് പിടിക്കാനും നിങ്ങൾ ഉണ്ടാകണം. പക്ഷെ കേൾക്കാത്ത പല വാർത്തകളും കൂട്ടായ്മയിൽ നിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും ഉണ്ടാകരുത്. കൂട്ടായ്മയിൽ വില്ലലുകളില്ലാതെ ഒരു തെറ്റിദ്ധാരണകളും ഇല്ലാതെ നല്ല നിലയിൽ മുമ്പോട്ട് പോയിക്കൊണ്ട് സമൂഹത്തിലേക്ക് പല കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുകൂടി കൂട്ടായ്മ ഏറ്റെടുത്തുകൊണ്ട് ഇന്നിവിടെ 1992 ബാച്ച് സംഘടിപ്പിച്ച ഈ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെയും അതേപോലെ SSLC ഈ കഴിഞ്ഞ വർഷത്തിൽ കിട്ടിയ A+ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങിന്റെയും എല്ലാവരുടെയും സമ്മതത്തോടെയാണ് ഉദ്ഘാടനം ചെയ്തത്. അതുകൂടാതെ നിങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്ന ഷാഹുൽ അമീദായാലും KK സുധീർ കുമാരായാലും KP യൂസുഫ് ആയാലും രമേശൻ മാഷായാലും ധനഞ്ജനായാലും ഇത് ഞങ്ങളുടെ ഒരു സൗഹൃദ കൂട്ടായ്മയാണ്. ഇവർ വ്യത്യസ്ത രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടിലാണ്. പക്ഷെ നമ്മുടെ സുഹൃത്ബന്ധത്തെ തകർക്കാൻ ഒരാശയത്തിന് സാധിച്ചിട്ടില്ല. ഇതാണ് ആവശ്യം. രാഷ്ട്രീയം ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോകും. പക്ഷെ സൗഹൃദം എപ്പോഴും സൗഹൃദമായി നിലനിർത്താൻ നിങ്ങൾക്കും ഒരു പാഠമായി മാർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പറഞ്ഞു പ്രവ്യായിട്ട് നന്ദി. അടുത്തതായിട്ട് നമ്മുടെ 2 സെലിബ്രിറ്റീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളോട് 2 വാക്ക് സംസാരിക്കാനായിട്ട് നമ്മളെ കണ്ടന്റ് ക്രിയേഷൻസ് ആപ്പിയെ ഞാൻ ആദ്യമായിട്ട് ക്ഷണിക്കുന്നു. A+ കിട്ടിയ കുട്ടികൾക്കുള്ള സ്നേഹോപഹാരം ക്യാഷ് അവാർഡ് വിതരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിന് കണ്ടന്റ് ക്രിയേഷൻസിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ സ്നേഹിതൻ വിജേഷ് പാനൂർ ഈ പരിപാടിയിലേക്ക് കണ്ടന്റ് ക്രിയേഷൻസിനെ ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. അറിയില്ല, ഇത്രയും ആൾക്കാർ മുന്നിൽ ഞാൻ എപ്പോഴും പറയുന്ന ഡയലോഗാണിത്. എന്തായാലും എല്ലാവരെയും ബഹുമാനിക്കുന്നു. അതുപോലെ തന്നെ ബോറടിച്ചിരിക്കുകയായിരിക്കും എന്നറിയാം. ഇനി ഞാനും കുറേ സംസാരിച്ചു. കാരണം ഇവരിവിടെ പഠിച്ച ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ നാട്ടുകാരാണ്. ഞാൻ കാസർഗോഡ് നിന്ന് വന്നതാണ്. അപ്പം അനുഭവങ്ങളും കാര്യങ്ങളും ഒന്നും എനിക്ക് ഷെയർ ചെയ്യാനില്ല. 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടിയ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ഈ ചടങ്ങിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ സൂരജ് ധർമാലയം, പാനൂർ KKV പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ 92 SSLC ബാച്ചിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിച്ച പാനൂർ നഗരസഭാ കൗൺസിലർ പ്രിയ, നമ്മളോട് സംസാരിച്ച ധന്യ S. രാജേഷ് ആപ്പി, ആശംസ പ്രസംഗം നടത്തുന്ന PK ഷാഹുൽ ഹമീദ്, രമേശ് മാസ്റ്റർ, ധനഞ്ജയൻ, റയീസ് അഹമ്മദ്, ഈ ചടങ്ങിന് നന്ദി ആശംസിക്കുന്ന ഫിറോസ്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, വിദ്യാർത്ഥികളെ, നല്ലൊരു ചടങ്ങിനാണ് നമ്മളിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. 1992 ഈ വിദ്യാലയത്തിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ ഒരു ബാച്ച് രൂപീകരിച്ചുകൊണ്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സ്വാഗതം ആശംസിക്കുകയും അധ്യക്ഷത സംസാരിച്ച സൂരജൊക്കെ ഇവിടെ നമ്മളോട് പറഞ്ഞത്. ഇന്ന് കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് ഉദ്ഘാടകൻ പ്രവീൺ മാസ്റ്റർ വളരെ കൃത്യമായി ഇവിടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ കൂടുതൽ മാർക്ക് നേടി വിജയിച്ചു വന്ന കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ ഇനി നിങ്ങൾ ആരാവണം, നിങ്ങൾ എന്താവണം എന്നതിനെക്കുറിച്ചൊക്കെ പ്രവീൺ മാസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആശംസാ പ്രസംഗം നടത്തുന്ന ഒരു അധ്യാപകൻ കൂടെ രമേശ് പറമ്പത്തും രമേശ മാസ്റ്ററും അതോടൊപ്പം
ഷാവുലം ഇതൊക്കെ ഇവിടെ സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തൊക്കെ കടന്നു പോകുന്നില്ല. ഏതായാലും ഇങ്ങനൊരു ബാച്ച് സംഘടിപ്പിക്കുകയും കഴിഞ്ഞ അധ്യയന വർഷത്തിൽ നല്ല മാർക്ക് നേടി വിജയിച്ചു വന്ന കുട്ടികളെ അനുമോദിക്കുകയും ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ വിജയിച്ചു വന്ന കുട്ടികളുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ സർവേശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഉണ്ടാകട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ജിതേഷ് പാനൂർ, പ്രിയങ്കരനായ KP യൂസഫ്, K രമേശൻ മാസ്റ്റർ, റയീസ് അഹമ്മദ്, ഫിറോസ്, ധനഞ്ജയൻ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, വളരെ നല്ല ഒരു സുപ്രഭാതമായി ഈ ദിവസത്തെ 92-ലെ ഈ ബാച്ച് മമത, ആ വാക്ക് തന്നെ എന്തുകൊണ്ടും പ്രസക്തമായ ഒരു കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു നാമകരണത്തോടുകൂടി ഇതിൻ്റെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ കൂട്ടായ്മയിലെ മക്കൾ അവർ SLC പാസ്സായതിനു ശേഷം മുഴുവൻ A+ നേടിയിട്ടുള്ള പ്രതിഭകളെ ആദരിക്കുന്നൊരു പരിപാടി കൂടി ഇവിടെ നടക്കുകയാണ്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ പഴയ കാലത്തെ ഓർമ്മിക്കുന്ന രീതിയിലുള്ള ബാച്ചുകളുടെ സംഗമങ്ങൾ നടക്കുകയാണ്. അത് ഒരു ചെറിയ കാര്യവുമല്ല. വളരെ കലുഷിതമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യന് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്ന പരസ്പര വിശ്വാസവും സ്നേഹവും അത് നഷ്ടപ്പെടുകയും മനുഷ്യത്വം അധമമായ രീതിയിലേക്ക് വഴിതിരിഞ്ഞു പോവുകയും ചെയ്യുന്ന അഭിശപ്തമായ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. ഇവിടെ പ്രവീൺ സൂചിപ്പിച്ചതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അപ്പുറത്ത് നിങ്ങളുടെ ഒരുമിച്ച് നിന്ന ആളുകൾ ഒരു കൂട്ടായ്മ എന്ന നിലയിലാണെങ്കിൽ ഇപ്പുറത്ത് ഈ സ്റ്റേജിലും ആ കൂട്ടായ്മയുടെ ഒരു ഒത്തുകൂടൽ തന്നെയാണ് ഈ സംഗമത്തെ ധന്യമാക്കുന്നത്. ഇതൊക്കെ എടുത്തു പറയേണ്ടുന്ന ഒരു സവിശേഷമായ പ്രത്യേകതയായി അടയാളപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. ഞാനത് വിശദീകരിച്ച് പറയണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഏതായിരുന്നാലും ഇവിടെ മക്കളെ നമ്മൾ ആദരിക്കുന്നുണ്ട്. അവർ എഞ്ചിനീയറാവണം, ഡോക്ടർമാരാവണം, ഉയർന്ന തസ്തികയിലേക്ക് എത്തണം എന്നൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുക. പക്ഷെ ഞാൻ അവരോട് പറയുന്നു, നിങ്ങൾ മനുഷ്യരാവണം. ഇവിടെ A+ വാങ്ങി ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഔദ്യോഗികമായ ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകുന്നതിനപ്പുറത്തേക്ക് മനുഷ്യത്വത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വലിയ ധർമ്മം നിർവഹിക്കേണ്ടുന്നത് പ്രസക്തമായൊരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ജാതിയുടെ, മതത്തിൻ്റെ, വർഗത്തിൻ്റെ, വർണ്ണത്തിൻ്റെ, ഭാഷയുടെ ഒക്കെ പേരിൽ നമ്മുടെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോവുകയും ആ സ്നേഹകാലഘട്ടങ്ങളെല്ലാം അസ്തമിച്ചു പോവുകയും ചെയ്യുന്ന വല്ലാത്തൊരു ദുരവസ്ഥ നമ്മൾ ഇന്ന് അനുഭവിക്കുകയാണ്. സ്കൂളിൻ്റെ തിരുമുറ്റത്ത് പഴയ കാലങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ നമുക്കൊക്കെ ഉണ്ടാകും. ഇവിടെ നിന്ന് സൂചിപ്പിക്കപ്പെട്ടതുപോലെ പഴയൊരു കാലഘട്ടം ഞാനൊക്കെ ഓർമ്മിക്കുന്നത് ഈ സ്കൂളിൽ ഒരു കലവിലെ കൂട്ടമായിരിക്കും രാവിലെ സ്കൂളിലെത്തുമ്പോൾ. ആകെ ബഹളമാകും. പക്ഷേ ഒരു സെക്കൻഡ് ഒരു ഈ നമ്മുടെ പഴയ കാലത്തെ മഴയുടെ ആരവം പോലെ ഉണ്ടായിരുന്ന ആ ശബ്ദം അതുപോലെ നിലച്ചു പോകുന്നൊരു സമയമുണ്ടായിരുന്നു. അത് ഈ സ്കൂളിലെ പ്രധാനാധ്യാപകൻ ബൽരാം മാഷ് കടന്നു വരുന്ന ഒരു സന്ദർഭമാണ്. പെട്ടെന്ന് പിൻ സൈലന്റ് ആവും. എങ്ങനെയാണ് ആ ശബ്ദം നിലച്ചതെന്ന് നോക്കിയാൽ അങ്ങേയറ്റത്തുനിന്ന് ബൽരാം മാഷ് കടന്നു വരുന്നൊരു ഘട്ടം ഞാനൊക്കെ ഓർമ്മിക്കുകയാണ്. അങ്ങനെയുള്ള അധ്യാപകന്മാർ നമുക്ക് വിദ്യ നുകർന്നു തന്നപ്പോൾ ആ വിദ്യ നുകർന്ന ആരിലും അത്തരത്തിലുള്ള സ്നേഹബന്ധങ്ങളെ
നിഷ്പ്രഭമാക്കുന്ന ഒരു സമീപനത്തിലേക്ക് അവർ പോയില്ല എന്നത് ആ കാലഘട്ടത്തിലെ നമ്മുടെ സമ്പാദ്യമായി നമ്മൾ ഇന്നും കയ്യിൽ സൂക്ഷിക്കുകയാണ്. നമുക്ക് തിരിച്ചെടുക്കേണ്ടതും തിരിച്ചു വരേണ്ടുന്നതും ആ നന്മയിലേക്കാണ്. ഒരിക്കലും മതദർശനങ്ങളോ രാഷ്ട്രീയ ദർശനങ്ങളോ സാമൂഹ്യമായ നമ്മുടെ വീക്ഷണങ്ങളോ ആ നന്മയെ തച്ചുടക്കുന്നിടത്ത് നമുക്കൊരു ബ്ലോക്കായി നിന്നുകൊണ്ട് ഇവിടെ പറഞ്ഞതുപോലെ മമതയോടുകൂടി മുന്നോട്ട് പോകാനുള്ള പ്രേരണയായി ഈ സംഗമം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും ഈ സ്നേഹവും സൗഹൃദവുമെല്ലാം കാലം ആവശ്യപ്പെടുന്ന നന്മയിലേക്ക് നമ്മളെ എത്തിക്കാൻ ഇത്തരത്തിലുള്ളൊരു ദിവസം തിരഞ്ഞെടുക്കുകയും അതിന് ആ ഒത്തുകൂടലിന് നിങ്ങൾ ഈ കാണിച്ച താല്പര്യത്തിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്മ നേരുന്നു. ജയ് ഹിന്ദ്. ശ്രീ സൂരജ് ധർമാലയം ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ശ്രീ പി കെ പ്രവീൺ, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ കെ പി യൂസഫ്, മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുമായ പി കെ ഷാഹുൽ ഹമീദ്, ശ്രീ ധനഞ്ജയൻ, അതുപോലെ തന്നെ ഇന്നിവിടെ മുഖ്യാതിഥിയായി എത്തിച്ചേർന്ന ശ്രീ ആഫ്രിക്ക, ധന്യ എസ് രാജേഷ്, മറ്റ് വേദിയിലുള്ള റയീസ് അഹമ്മദ് അടക്കമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇന്നിവിടെ A+ നേടി ഇവിടെ എത്തിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ധന്യമായ ഒരു ദിവസമാണ് ഇന്ന്. കാരണം ഞാനടക്കമുള്ള ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം ഈ വിദ്യാലയത്തിൽ പഠിച്ചവരാണ്. ഞാനൊക്കെ 84 മുതൽ 87 വരെ പാനൂർ ഹൈസ്കൂൾ പഠിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു. അതുപോലെ തന്നെ കൂട്ടായ്മകളും ഒരുപാട് ഇവിടെ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ കൂട്ടായ്മ വിശാലമായ കൂട്ടായ്മ, ഏകദേശം 480ഓളം ആളുകൾ മെമ്പർമാരായിട്ടുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മ, ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന 1984 ഒരു വാട്സപ്പ് കൂട്ടായ്മ ഇന്നിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ കൂട്ടായ്മകളെല്ലാം നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാവണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന, വിഷമം അനുഭവിക്കുന്നവരെ കണ്ടെത്തുവാനും അവരെ സഹായിക്കുവാനുള്ള ഒരു നല്ല മനസ്സ് ഈ കൂട്ടായ്മയിലൂടെ നമുക്ക് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് ഈ കൂട്ടായ്മയുടെ പ്രസക്തി ഏറെ വർദ്ധിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ വാട്സപ്പ് കൂട്ടായ്മകളും ഇതുപോലുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളൊക്കെ പഠിച്ച സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ആ കൂട്ടായ്മയിൽ ഉള്ള പ്രയാസം അനുഭവിക്കുന്നവരെ കണ്ടെത്തി അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ധീരോദാത്തമായ പ്രവർത്തനം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. അതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനും നമ്മുടെ സമൂഹത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ എല്ലാ കുട്ടികളും A+ കിട്ടി എന്നതുകൊണ്ട് എല്ലാമായി എന്നുള്ളതല്ല. A+ കിട്ടിയ കുട്ടികൾ നാളുകളിൽ വിവിധ തലങ്ങളിൽ വിവിധ പ്രതിഭകളായി മാറുമ്പോൾ ആ പ്രതിഭകൾക്ക് സമൂഹത്തോട് ഉത്തരവാദിത്തം ഉണ്ടാവണം. സമൂഹത്തിലെ വേദനിക്കുന്നവൻ്റെ വേദന ഒപ്പിയെടുക്കുവാൻ, അവൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കുവാൻ, അവരോട് താരാത്മ്യം പ്രാപിക്കുവാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ നമ്മുടെ ഉത്തരവാദിത്തം പൂർണ്ണമാവുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ എൻ്റെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാർക്കും അനുജത്തിമാർക്കും സാധിക്കണം. നാളുകളിൽ ഓരോ ഗുണപ്രദമായ രീതിയിലേക്ക് മാറണം. ഈ നാട് ഇന്ന് ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് നമ്മളൊക്കെ അതിനൊക്കെ ഉയർന്നു വരേണ്ട ഒരു സമയമാണ്. നമുക്കറിയാം, ഇന്ന് നേരത്തെ ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെ കേൾക്കുന്ന വാർത്തകളെല്ലാം ശുഭകരമല്ല. നമ്മുടെ നാട് ഇന്ന് ലഹരിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിലാണ്. ലഹരി സാധാരണ വലിയ വലിയ പട്ടണങ്ങളിൽ മാത്രമാണ് ലഹരികളൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ലഹരിയുടെ കാരിയർമാരായിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ എത്തിക്കഴിഞ്ഞു. നമ്മുടെ വീടിൻ്റെ മുന്നിൽ വരെ അവരെത്തിക്കഴിഞ്ഞു. അവർക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം, ആ പോരാട്ടത്തിൽ നമ്മുടെ ഇത്തരം
കൂട്ടായ്മകൾക്ക് വളരെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ഒരുപാട് വലിയ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ആ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ അതിലും നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകണം. ഇത്തരം ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച ഇതിൻ്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ സൂരജ്, ഉദ്ഘാടനം പി കെ പ്രവീൺ മാസ്റ്റർ, മുഖ്യാതിഥി ധന്യ എസ് രാജേഷ് ആപ്പി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വ്യക്തിത്വങ്ങളെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ആദ്യമായി A+ നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനം നേരുകയാണ്. 1992 ബാച്ചിലിറങ്ങിയ ഞങ്ങൾക്ക് ഇത്തരം ഒരു അനുമോദനം ഏർപ്പെടുത്താൻ പറ്റിയത് വലിയ അഭിമാനമായി തോന്നുന്നു. നിങ്ങളുടെ ഈ വലിയൊരു പരിശ്രമം വിജയത്തിലെത്തിയിരിക്കുന്നു. അതിന് നിങ്ങളുടെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വലിയ പങ്കാണുള്ളത്. അവർക്കും അഭിനന്ദനം അറിയിക്കുകയാണ്. ഇനിയും നിങ്ങൾ കൂടുതൽ പഠിച്ചുയരത്തിലെത്തട്ടെ എന്ന് ആശംസ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. നമസ്കാരം. സ്വാഗതം ജിതേഷ്, അധ്യക്ഷൻ സൂരജ്, പിന്നെ സ്റ്റേജിലുള്ള വിശിഷ്ട വ്യക്തികൾ പ്രവീൺ, ധന്യ, കെ സുധീർ കുമാർ, KP യൂസഫ്, PK ഷാഹുൽ അമീദ്, റയീസ്, K രമേഷ് മാസ്റ്റർ, നന്ദി പറയുന്ന ഫിറോസ്, എല്ലാവർക്കും എൻ്റെ പ്രത്യേകം ആശംസകൾ. ഞങ്ങളുടെ മുമ്പിലുള്ള A+ നേടി മുമ്പിലെത്തിയ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകൾ നേടുന്നു. താങ്ക് യു. പിന്നെ മാധ്യമപ്രവർത്തകനുമായ ശ്രീജിത്ത് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ സെയിം ബാച്ചുകാരനാണ്. മാധ്യമരംഗത്ത് 25 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് നമ്മുടെ ശ്രീജിത്ത്. അപ്പം നമ്മുടെ 92 ബാച്ചിൽ കഴിഞ്ഞിട്ട് ഉള്ള വിദ്യാർത്ഥികൾ ഇന്ന് ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ ഇന്ത്യക്കകത്തും പുറത്തും വിദേശത്തൊക്കെ ആയിട്ട് പല സാധാരണക്കാർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥങ്ങൾ വരെ പല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമ്മളൊരു അഭിമാനമാണ് ഈ മാധ്യമപ്രവർത്തനം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ സഹപാഠിയായ ഷീത്തിനെ നമ്മളൊന്ന് ആദരിക്കുന്നുണ്ട്. അപ്പോൾ ഷീത്തിന് ദേവതി സ്റ്റേജിലേക്ക് വരിക. അതുപോലെ തന്നെ ഷീത്തിന് ആദരവ് അർപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ പ്രവിയേട്ടനെ ഞാൻ ക്ഷണിക്കും.
പങ്കെടുത്ത എല്ലാവർക്കും 1992 SLC ബാച്ചിൻ്റെ മമത 92ൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ A+ കിട്ടിയ മുഴുവൻ വിദ്യാർത്ഥികളും ഇങ്ങോട്ടേക്ക് വന്നിരുന്നെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമായിരുന്നു. Thank you.